ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. സുപ്രഭാതം. 1191 ദിവസമായ ഇന്ന് 2024 ആഗസ്റ്റ് മാസം 18 ഞായറാഴ്ച. 1200 ആണ്ട് ചിങ്ങമാസം 2 ഗുരുവചനങ്ങളിലൂടെ വിദ്യാസമ്പാദനത്തിനായി കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ബ്രഹ്മചര്യ വ്രതകാലത്ത് മഹാത്മാക്കളുടെ ആചാര ഉപദേശങ്ങളെ പുണ്യകർമ്മത്തെ എന്ന പോലെ ഗ്രഹിക്കണം. ശ്രീനാരായണ ഗുരുദേവൻ. ശ്രീ മങ്ങാട് ബാലചന്ദ്രൻ തയ്യാറാക്കിയ ശ്രീനാരായണ ഗുരുവിൻ്റെ 366 മഹത്തായ ചിന്തകൾ എന്ന പുസ്തകത്തിൽ ബ്രഹ്മചര്യാവ്രതവും വിദ്യാഭ്യാസവും എന്ന് വിവരിക്കുന്ന ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. വിദ്യാസമ്പാദനത്തിനായി കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ബ്രഹ്മചര്യാവ്രതകാലത്ത് മഹാത്മാക്കളുടെ ആചാര ഉപദേശങ്ങളെ പുണ്യകർമ്മത്തെ എന്ന പോലെ ഗ്രഹിക്കണം. വിദ്യാഭ്യാസവും ബ്രഹ്മചര്യവും ഒരുപോലെ ബന്ധപ്പെട്ടിരിക്കുന്നു. ജീവിതത്തിൻ്റെ എല്ലാ അഭ്യുന്നതിക്കും വിദ്യാഭ്യാസം പ്രധാന ഘടകമാണ്. കാലുകൾ ശരീരത്തെ താങ്ങുകയും വഹിക്കുകയും ചെയ്യുന്നത് പോലെ വിദ്യാഭ്യാസം ജീവിതത്തെയും താങ്ങുകയും വഹിക്കുകയും ചെയ്യുന്നു. ഇപ്രകാരം ജീവിതത്തിൻ്റെ കാലുകളായിത്തീരുന്ന വിദ്യയെ അഭ്യസിക്കുന്ന ഒരു വിദ്യാർത്ഥി ബ്രഹ്മചര്യാവ്രതം നിഷ്ഠയോടെ ആചരിക്കേണ്ടതാണ്. വിദ്യാഭ്യാസം എന്ന കാലുകൾക്ക് ഇടർച്ചയും തളർച്ചയും ഉണ്ടാകാതെ സുഗമമായി ഗമിക്കുന്നതിനുള്ള ഉറപ്പേറിയ ഒരു പ്രതലമായിട്ടാണ് ബ്രഹ്മചര്യം നിലകൊള്ളുന്നത്. സത്യത്തിന് നിരക്കാത്ത ചിന്തയും വാക്കും പ്രവൃത്തിയും വർജിച്ച് സത്യത്തിനും ധർമ്മത്തിനും യോജിക്കുന്ന നിലയിൽ ജീവിക്കുന്നതാണ് ബ്രഹ്മചര്യം. ഇങ്ങനെ ബ്രഹ്മചര്യാനുഷ്ഠാനത്തിൻ്റെ പതിവ്രതയിൽ നേടുന്ന വിദ്യാഭ്യാസം അതിൻ്റെ മഹത്വവും തീവ്രതയും മംഗളകരമായ ഒരു ജീവിതത്തിൻ്റെ അടിസ്ഥാനമായി പരിണമിക്കുന്നതാണ്. സജ്ജന നേതാക്കന്മാരായിട്ടുള്ള മഹാത്മാക്കളുടെ ആചാരങ്ങളെയും ഉപദേശങ്ങളെയും ബ്രഹ്മചാരിയായ വിദ്യാർത്ഥി ഉൾക്കൊള്ളുകയും അതിൻ്റെ വെളിച്ചത്തിൽ പുതിയ ഉൾക്കാഴ്ച രൂപപ്പെടുത്തുകയും വേണം. ഈ ഉൾക്കാഴ്ച കൊണ്ടാണ് അഭ്യുന്നതിയുടെ പൂക്കൾ ജീവിതത്തിൽ വിടരുന്നത്. ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ. ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി.